പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യങ്ങൾ ഏതെല്ലാമാണ്? ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം ഏതാണ്? ടോപ്പ് 20 സീക്രട്ട് ക്വസ്റ്റ്യൻസ് ഇതാണ്. ഹിയർ വി ഗോ. ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഇംഗ്ലീഷിന്റെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വീഡിയോയിൽ പോകുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സ്റ്റുഡൻസ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് കാരണം നമ്മുടെ +1 +2 എക്സാമിന് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിന്റെയും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ സീരീസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ് കൂടാതെ ലൈവ് ക്ലാസ്സുകൾ തികച്ചും സൗജന്യമായി നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ നേരെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിന്റെ എക്സാമിന് നമ്മൾ ഫസ്റ്റ് ടൈമിൽ പഠിച്ചിരുന്നത് ഫസ്റ്റ് യൂണിറ്റ് ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. അവിടെ നമുക്ക് 3 L's ഓഫ് എംപവർമെന്റ്, എനി വുമൺ, മാച്ച് ബോക്സ്, ഹൊറഗുല തുടങ്ങിയവ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. സെക്കൻഡ് യൂണിറ്റ് ഹൈറ്റ്സ് ഓഫ് ഹാർമണി. അവിടെ നമുക്ക് മെൻഡിങ് വോള്, അമിഗോ ബ്രദേഴ്സ്, ദ അവർ ഓഫ് ട്രൂത്ത് തുടങ്ങിയ യൂണിറ്റുകൾ പഠിക്കാനുണ്ടായിരുന്നു. ദെൻ തേർഡ് യൂണിറ്റ് മുതലാണ് നമുക്ക് സെക്കൻഡ് ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഫസ്റ്റ് ടൈമിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, എന്നിരുന്നാലും സെക്കൻഡ് ടൈമിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് 3-ാമത്തെയും 4-ാമത്തെയും 5-ാമത്തെ യൂണിറ്റാണ്. 3-ാമത്തെ യൂണിറ്റ് എ 3 വീൽഡ് റെവല്യൂഷൻ, ദീദി, സ്റ്റാമർ. 4th യൂണിറ്റിൽ നിന്നും വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ്, റൈസ്, ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. 5th യൂണിറ്റിൽ നിന്നും പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസും അതുപോലെ തന്നെ ദിസ് ഈസ് ഗോയിങ് ടു ഹെർട്ട് ജസ്റ്റ് എ ലിറ്റിൽ വിറ്റ് തുടങ്ങിയ 5-ാമത്തെ യൂണിറ്റ് വരെയാണ് നമുക്ക് സെക്കൻഡ് ടൈമിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ദ 3 L's ഓഫ് എംപവർമെന്റ് ആണ്. ഇവിടെ നമുക്ക് സാധാരണയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം പ്രിപ്പയർ എ സ്പീച്ച് ഓർ എസ്സേ ഓൺ ദ ടോപ്പിക് വുമൺ എംപവർമെന്റ്. വുമൺ എംപവർമെന്റുമായി ബന്ധപ്പെട്ട്, സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു സ്പീച്ച് തയ്യാറാക്കുക അല്ലെങ്കിൽ എസ്സേ തയ്യാറാക്കാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ടതാണ് വുമൺ എംപവർമെന്റ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, വുമൺ ഷുഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദർ കംഫർട്ട് സോൺ സേസ് ക്രിസ്ത്യൻ ലെഗാർഡ്. ക്രിസ്ത്യൻ ലെഗാർഡ് അഭിപ്രായപ്പെടുന്നു സ്ത്രീകൾ എന്താണ് അവർ കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് വരണം. അപ്പം ഡു യു എഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെന്റ്? ഈ ഒരു സ്റ്റേറ്റ്മെന്റോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ കാഴ്ചപ്പാട്, നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റൈറ്റപ്പിന്റെ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത് എനി വുമൺ എന്ന പോയത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രിപ്പയർ എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം. എനി വുമൺ എന്ന പോയത്തിന്റെ അപ്രിസിയേഷൻ പഠിച്ചിരിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. നെക്സ്റ്റ് പഠിക്കാനുള്ളത് മാച്ച് ബോക്സ് ആണ്. മാച്ച് ബോക്സിൽ പഠിക്കേണ്ടത് ക്യാരക്ടർ സ്കെച്ച് പഠിച്ചിരിക്കണം, സ്ഥിരമായി ചോദിക്കുന്നതാണ്. ക്യാരക്ടർ സ്കെച്ചിൽ നുമിതയുടെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കണം, നുമിതാസ് മദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കണം, അതുപോലെ തന്നെ അജിത്തേൻ്റെ ക്യാരക്ടർ സ്കെച്ച് പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ +2 ഇംഗ്ലീഷിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്ത് എക്സ്പ്ലനേഷൻ ഉള്ള നോട്ടോടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, 5th ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ റൈറ്റപ്പ് ഡിസ്കസിങ് ദ സ്പേസ് ഓഫ് വുമൺ ഇൻ എ ഫാമിലി. അതായത് റൈറ്റപ്പ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ പങ്ക് എന്തുമാത്രമാണെന്ന് റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ഹൊറഗുലു എന്ന ഭാഗമാണ്. അവിടെ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് പ്രതീക്ഷിക്കാവുന്നത് രത്നയുണ്ട്, അതുപോലെ ഗ്രാൻഡ് ഫാദർ ഉണ്ട്, സുധാമൂർത്തി. വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് മൂന്നും, പഠിച്ചിരിക്കണം, വീഡിയോ ചെയ്തിട്ടുണ്ട്. 7th ക്വസ്റ്റ്യൻ പ്രിപ്പയർ ആൻ ഇന്റർവ്യൂ വിത്ത് സുധാമൂർത്തി. സുധാമൂർത്തിയുമായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ക്യാരക്ടറുമായിട്ട് ഇന്റർവ്യൂ നടത്താനൊക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പോൾ ഒരു 4-5 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ എഴുതേണ്ടതാണ്. 8th ക്വസ്റ്റ്യൻ കമന്റ് ഓൺ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ ഹൊറഗുലു. ഹൊറഗുലു എന്ന തലക്കെട്ട് എന്തുമാത്രം സ്യൂട്ടബിൾ ആണ്, എന്തുമാത്രം അതിനോട് യോജിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അഭിപ്രായപ്പെടാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്, ആദ്യം പഠിക്കാനുള്ളത് മെൻഡിങ് വോൾ എന്ന പോയമാണ്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രിപ്പയർ എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം മെൻഡിങ് വോൾ. മെൻഡിങ് വോളിൻ്റെ അപ്രിസിയേഷൻ എഴുതാൻ ചോദിക്കാറുണ്ട്, അപ്പോൾ പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അതായത് നല്ല അതിരുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുമെന്ന് റോബർട്ട് ഫ്രോസ്റ്റ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തൊരു റൈറ്റപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 10th ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് റോബർട്ട് ഫ്രോസ്റ്റ്. കുറച്ച് ഹിൻസ് തന്നിട്ട് അത് ഡെവലപ്പ് ചെയ്ത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ പ്രൊഫൈൽ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 11th ക്വസ്റ്റ്യൻ അമിഗോ പ്രദേശി എന്നുള്ളൊരു ചോദ്യമാണ്. പ്രിപ്പയർ അനൗൺസ്മെന്റ് ബിഫോർ ദ ബോക്സിംഗ് മാച്ച്. അതായത് ബോക്സിംഗ് മാച്ച് ആരംഭിക്കാൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് തയ്യാറാക്കാൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 12th ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എബൌട്ട് ബോക്സിംഗ് മാച്ച്. അതായത് ബോക്സിംഗുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ദ അവർ ഓഫ് ട്രൂത്തിൽ നിന്നുള്ള ചോദ്യമാണ് പ്രിപ്പയർ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റോബർട്ട് ബാൾവിൻ. റോബർട്ട് ബാൾവിൻ്റെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാൻ പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. 13th ക്വസ്റ്റ്യൻ പ്രിപ്പയർ എ സ്പീച്ച് അഗെയിൻസ്റ്റ് കറപ്ഷൻ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ഹോണസ്റ്റ് ഇൻ പബ്ലിക് ലൈഫ്. അതായത് അഴിമതിക്കെതിരായിട്ടൊരു സ്പീച്ച് തയ്യാറാക്കുക, അല്ലെങ്കിൽ ജീവിതത്തിലെ ആത്മാർത്ഥ അല്ലെങ്കിൽ സത്യസന്ധതയുടെ പ്രാധാന്യം എന്തെല്ലാമാണ് അതിനെ ബേസ് ചെയ്തൊരു സ്പീച്ച് തയ്യാറാക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിരിക്കണം. നെക്സ്റ്റ് റൈറ്റ് ഡൗൺ ദ പോസിബിൾ ഡയറി എൻട്രി ഓഫ് റോബർട്ട് ബാൾവിൻ. അതായത് റോബർട്ട് ബാൾവിൻ്റെ ഡയറി എൻട്രിയും പഠിച്ചിരിക്കേണ്ടതാണ്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്.
നെക്സ്റ്റ് തേർഡ് യൂണിറ്റ് എന്നുള്ള ചോദ്യമാണ് എ ത്രീ വേൾഡ് റെവല്യൂഷൻ. ചോദ്യം ഇതാണ്, പ്രിപ്പയർ ആൻ ഇമെയിൽ ടു ഇർഫാൻ അലാം. അതായത് ഇർഫാൻ അലാമിന് എന്താണ് ഒരു ഇമെയിൽ തയ്യാറാക്കുക, അല്ലെങ്കിൽ ഫോർമൽ ലെറ്റർ അയക്കാനൊക്കെ ചോദിക്കാറുണ്ട്, അപ്പോൾ അത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആൻഡ് റെസ്യൂം. അതായത് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ തയ്യാറാക്കുക, റെസ്യൂം തയ്യാറാക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട്, പഠിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ദീദി എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്, 16th ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ആൻ ഇന്റർവ്യൂ വിത്ത് ഷഹീൻ മിസ്ത്രി. ഷഹീൻ മിസ്ത്രിയുമായിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ അത് പഠിച്ചിരിക്കണം. അതിൻ്റെ ഒരു 4-5 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സും പഠിച്ചു വെച്ചിരിക്കണം. സ്റ്റാമർ എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്, പ്രിപ്പയർ എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം സ്റ്റാമർ. സ്റ്റാമർ എന്ന പോയത്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത്, പ്രിപ്പയർ എ സ്പീച്ച് ഓർ ലെറ്റർ ടു ദ എഡിറ്റർ ഓൺ ദ ടോപ്പിക് എൻവയോൺമെന്റൽ കൺസർവേഷൻ. അതായത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സ്പീച്ച് തയ്യാറാക്കുക, അല്ലെങ്കിൽ ലെറ്റർ ടു ദ എഡിറ്റർ, അതായത് ഒരു ഫോർമൽ ലെറ്റർ തയ്യാറാക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, അപ്പോൾ അത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഓഫ് ദ പോയം റൈസ്. അപ്പോൾ റൈസ് എന്ന പോയത്തിന്റെ ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ സ്പീച്ച് ഓർ എസ്സേ ഓൺ ദ ടോപ്പിക് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. അപ്പോൾ ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ട ഒരു സ്പീച്ച് തയ്യാറാക്കുക, അല്ലെങ്കിൽ എസ്സേ തയ്യാറാക്കാനൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് 50th യൂണിറ്റിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് പോസ്റ്റ് എയർലി ഫോർ ക്രിസ്മസ് ആണ്. ഇവിടെ നമുക്കൊരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. അടുത്തത് പഠിക്കാനുള്ളത് ദിസ് ഈസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു പോയമാണ്. കമൻറ്റ് ഓൺ ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ടൈറ്റിൽ ദിസ് ഈസ് ഗോയിങ് ടു ഹർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. അതായത് ഈ ഒരു കവിതയുടെ ഈ ഒരു തലക്കെട്ട് എന്തുമാത്രം അനുയോജ്യമാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +2 ഇംഗ്ലീഷിന്റെ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് ക്ലിക്ക് ചെയ്താണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാൻ. ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ.